ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. ആദരണീയരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം നാം ഏവരിലും വർഷിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ ജുമാ കഴിഞ്ഞ് ഇതുപോലെയുള്ള ഒരുപാട് വൈജ്ഞാനികമായ പ്രോഗ്രാമുകൾക്ക് നമ്മുടെ ഈ ഒരു പള്ളി സാക്ഷിയായിട്ടുണ്ട്. ഒരുപാട് അറിവുകൾ നേടാൻ നമുക്ക് സാധിച്ചിട്ടുമുണ്ട്. ആ അറിവുകൾ അമലുകളിൽ കൊണ്ടുവരാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ നമ്മുടെ യൂണിറ്റിലെ ഒരു വലിയ എണ്ണം ആളുകൾ ഇപ്പോൾ നാട്ടിൽ ലീവിലാണ്. നമ്മുടെ ഇത്തരം പരിപാടികളിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരു 10-15ഓളം പേര് ഇപ്പോൾ നിലവിൽ നാട്ടിലാണെങ്കിൽ പോലും ഈ ഒരു സമയത്ത് നടക്കേണ്ട ഒരു പ്രോഗ്രാം എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ കൂടുതൽ മുന്നോട്ടാക്കാതെ ഈ സമയത്ത് തന്നെ നടത്താൻ തീരുമാനിച്ചത്. എന്തായാലും നമ്മൾ ഈ ഒരു പരിപാടി കൊണ്ട് ലക്ഷ്യം വെച്ചത് എന്താണോ അത് പൂർണ്ണാർത്ഥത്തിൽ വിജയിക്കുവാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഞാൻ കുറേ നേരം സംസാരിച്ച് ഒരു വിഷയാവതരണമല്ല ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു ആമുഖം എന്ന നിലയ്ക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് പിന്നീട് നമുക്ക് സംശയങ്ങൾ ചോദിക്കാനും അതിനെ നിവർത്തി വരുത്താനും അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാനും ഒക്കെയുള്ള ഒരു വേദിയാണ് ഇന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. നമുക്കെല്ലാം അറിയുന്നത് പോലെ ഇസ്ലാമിന്റെ അടിത്തറയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്. അത് കേവലം ഒരു വാക്ക് മാത്രമല്ല. എല്ലാ നബിമാരുടെയും, അതായത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള എല്ലാ നബിമാരും അവരവരുടെ നാട്ടിലേക്ക് പോയി ആദ്യം പറഞ്ഞ വിഷയം ലാ ഇലാഹ ഇല്ലല്ലാഹയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ ജൂതന്മാരായ വേദക്കാരായ ആളുകൾ താമസിക്കുന്ന യമനിലേക്ക് പറഞ്ഞു വിടുമ്പോൾ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നീ അവിടെ ചെന്നാൽ അവരെ ആദ്യം ക്ഷണിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹയിലേക്കായിരിക്കണം. പല തെറ്റുകളും തിന്മകളും അവിടെ കാണും, പക്ഷെ നീ ആദ്യം അവരോട് പറയേണ്ട വിഷയം ലാ ഇലാഹ ഇല്ലല്ലാഹയായിരിക്കണം. അത് മാറ്റി വെച്ചിട്ട് വേറൊരു വർത്താനത്തിന് നിൽക്കരുത് എന്നാണ് പറഞ്ഞത്. വിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്തുൽ അംബിയയിലെ 25-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം. നമുക്കെല്ലാം അറിയുന്ന ഒരായത്താണ്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. ഈ ലോകത്ത് കടന്നു വന്ന ഒരു നബിയെ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ഏൽപ്പിക്കാതെ അല്ലാഹു അയച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഒരാളുടെ നമ്മൾ നോക്കി, ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ അയാളോട് ആദ്യം പറയാൻ പറയുന്നത് എന്താ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇസ്ലാമിലേക്ക് ഒരാൾക്ക് വരണമെന്നുണ്ടെങ്കിൽ അയാളുടെ വരവ് സിമ്പിളാണ്, വളരെ എളുപ്പമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് പറയുക, മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് പറഞ്ഞാൽ അയാൾ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു. അയാളുടെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം അതിലൂടെ പൊറുക്കപ്പെടുകയാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന കലിമത്ത്, ഒരാളുടെ ഇസ്ലാമിക പ്രവേശം പോലും പൂർണ്ണമാകുന്നത് ഈ കലിമ പറഞ്ഞ് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ മാത്രമാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് പല ആളുകളും തസ്ബീഹൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ദിക്റ് ചൊല്ലും, നമ്മൾ വിരലില് ദിക്റ് ചൊല്ലും. അപ്പൊ കേവലം ചില ആളുകളുണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, വർത്താനവും പറയും. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് കേവലം ഒരു വാക്കല്ല, മറിച്ച് അത് നമ്മുടെ വിശ്വാസമാണ്, അത് നമ്മുടെ ജീവിതമാണ്. നോക്കൂ, പണ്ഡിതന്മാർ പറയുന്നത് കാണാം, മിൻ അജ്ലിഹ അർസലല്ലാഹു റുസുൽ. ഈ ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാ നബിമാരെ അയച്ചത് അള്ളാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിന് വേണ്ടിയാണ്. വ അൻസലൽ കുതുബ്. അള്ളാഹു ഈ ലോകത്ത് ഇറക്കിയ എല്ലാ വേദഗ്രന്ഥവും ലാ ഇലാഹ ഇല്ലല്ലാഹ് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയായിരുന്നു. അതേപോലെ തന്നെ അമർ അല്ലാഹുൽ മുഅ്മിനീന ബിൽ ജിഹാദ്. അള്ളാഹു വിശ്വാസികളോട് നിങ്ങൾ ജിഹാദിന് ഇറങ്ങണം എന്ന് പറയാൻ കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി പോരാടാൻ വേണ്ടിയായിരുന്നു, വേറൊന്നും ആയിരുന്നില്ല എന്നാണ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പൂർണ്ണമായും അറിഞ്ഞ് അവന് കൊടുക്കേണ്ട അവകാശങ്ങൾ കൊടുത്ത് ജീവിക്കുന്ന ആ ജീവിതമാണെന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞുള്ള ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സാധാരണ പറയാറില്ല ലാ ഖാലിഖ ഇല്ലല്ലാഹ്. എന്താ അതിന്റെ അർത്ഥം? ലാ ഖാലിഖ ഇല്ലല്ലാഹ്, ലാ റാസിഖ ഇല്ലല്ലാഹ്, ലാ മാലിക ഇല്ലല്ലാഹ് എന്നൊക്കെ പറയില്ലേ? എന്തൊക്കെ അതിന്റെ അർത്ഥം?
ലാ ഖാലിഖ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ സൃഷ്ടാവില്ല. അതേപോലെ ലാ മാലിക ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മാലിക് യൗമിദ്ദീൻ, അള്ളാഹു അല്ലാതെ ഈ ലോകത്തിന്റെ ഉടമസ്ഥാവകാശം വേറൊരാൾക്കും ഇല്ല. ലാ റാസിഖ ഇല്ലല്ലാഹ്, റിസ്ക് തരാൻ അല്ലാതെ വേറൊരാളും ഇല്ല എന്നുള്ളതാണ്. പക്ഷെ ഇതെല്ലാം ഒരാൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ, ഇതാരും അംഗീകരിച്ചിരുന്നു? ലാ റബ്ബ ഇല്ലല്ലാഹ്, മക്കാ മുശ്രിക്കുകൾ അംഗീകരിച്ചിരുന്നു. ലാ റാസിഖ ഇല്ലല്ലാഹ്, മക്കാ മുശ്രിക്കുകൾ അംഗീകരിച്ചിരുന്നു. ലാ മാലിക ഇല്ലല്ലാഹ്, മക്കാ മുശ്രിക്കുകൾ അംഗീകരിച്ചിരുന്നു. പക്ഷെ അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അവരതിന് നോ പറയും. അത് ഞങ്ങൾ സമ്മതിച്ചു തരൂല എന്നവർ പറയുമായിരുന്നു. അപ്പൊ അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നൊക്കെ പറ്റൂല എന്നുള്ളത് അവർക്ക് നല്ലോണം അറിയായിരുന്നു. അത് അറിയുന്നത് കൊണ്ടാണ് അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ മടിച്ചതും മുഖം തിരിഞ്ഞ് നിന്നതും. ഇപ്പം മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം ഖുർആൻ പറയുന്നിടത്ത് കാണാം, നബിയെ നീ അവരോടൊന്ന് ചോദിച്ചു നോക്ക്. ഖുർആനിലെ കുറെ ആയത്തുകൾ ഇങ്ങനെ കാണാം. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് വസഖറ അശ്-ശംസ വൽ ഖമറ ലയഖൂലുന്ന അല്ലാഹ് ഫഅന്നാ യുഫകൂൻ. അവരോട് ചോദിക്കുക, ആകാശത്തെ സൃഷ്ടിച്ചതാര, ഭൂമിയെ സൃഷ്ടിച്ചതാര, ഈ ചന്ദ്രനെയും സൂര്യനെയും കീഴ്പ്പെടുത്തി തന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അവരുടെ മറുപടി എന്തായിരിക്കും? അത് ഖുർആൻ പറയുന്ന ഒരു പദം ഉണ്ടല്ലോ, ലയഖൂലുന്ന അല്ലാഹ്. ഏത് പാതിരാത്രിയിൽ വിളിച്ചു ചോദിച്ചാലും അവര് പറയുക അല്ലാഹ് തന്നെ. അവിടെ ആ പദത്തിൽ വന്ന പ്രയോഗം കണ്ടോ, ലയഖൂലുന്ന അല്ലാഹ്. അവർ ഉറപ്പിച്ചും തറപ്പിച്ചും പറയും അള്ളയാണ് എന്ന്. അപ്പൊ റസൂല ചോദിക്കാണ്, പിന്നെ എവിടെയാണ് നിങ്ങൾക്ക് തെറ്റിപ്പോയത് എന്നും. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർ അംഗീകരിക്കാൻ തയ്യാറായില്ല. അതേപോലെ വിശുദ്ധ ഖുർആനിലെ 23-ാമത്തെ സൂറത്ത് മുഅ്മിനൂൻ 86 മുതൽ 89 വരെയുള്ള ആയത്തുകളിൽ കാണാൻ സാധിക്കും. അവരോട് ചോദിക്കുകയാണ്, ഈ ലോകത്തിന്റെ അധിപതി ആരാണ്? അതേപോലെ തന്നെ നിങ്ങളെ രക്ഷപ്പെടുത്തുന്നത് ആരാണ് ഒരു അപകടം വന്നാൽ? അപ്പോഴൊക്കെ അവർ പറയാം അള്ളയാണ്. അപ്പോൾ റസൂലുള്ള ചോദിക്കുകയാണ്, പിന്നെ നിങ്ങൾ എന്ത് സിഹിറിലായി പെട്ടുപോയത്? എന്ത് സിഹിറിലാണ് നിങ്ങൾ പെട്ടുപോയത്? എന്താണ് ഈ ഹക്ക് അംഗീകരിക്കാൻ നിങ്ങൾക്ക് മടി എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അവര് നബിയോട് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. റസൂൽ എന്താ പറഞ്ഞത്? ഒരൊറ്റ ഇലാഹ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അവര് തിരിച്ച് റസൂലിനോട് ചോദിക്കുകയാണ്, അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. എല്ലാ ആരാധ്യന്മാരെയും വിട്ട് കഅബയില് 250-ലേറെ വിഗ്രഹങ്ങളെ വെച്ച്, നമ്മളൊക്കെ ഉംറയ്ക്ക് പോയവരല്ലേ, ആ കഅബന്റെ ഉള്ളിലും പുറത്തുമായിട്ട് 250 മുകളിൽ ദൈവങ്ങളെ വെച്ച് ആരാധിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഈ ആരാധ്യന്മാരെല്ലാം ആരാധിച്ചുകൊണ്ടിരുന്ന ഇവര് റസൂലുള്ളാഹിനോട് ചോദിക്കണം, ഇതിനെല്ലാം വിട്ടിട്ട് ഒരൊറ്റ ഇലാഹിനെ മാത്രമേ പാടുള്ളൂ എന്ന് പറയും. ഇത് വല്ലാത്തൊരു അത്ഭുതം നിറഞ്ഞ കാര്യമാണല്ലോ എന്ന് അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തിരിച്ചു പറയുന്നത് കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, അതാണ് അർത്ഥം. അറബിയിൽ അങ്ങനെ പറയാം, ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. നമ്മൾ മലയാളത്തിൽ എന്ത് പറയും? ആരാധനയ്ക്ക് അർഹനായി അള്ളാഹു അല്ലാതെ മറ്റൊന്നുമില്ല, അല്ലെങ്കിൽ മറ്റാരുമില്ല എന്നാണ് നമ്മളത് അർത്ഥം പറയാം. അപ്പൊ ഈ കലിമ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഒരാൾ അയാളുടെ ജീവിതത്തിൽ എന്തിനെല്ലാം ആരാധിക്കുന്നോ അതിനെല്ലാം അവർ കൈവിടേണ്ടി വരും എന്നർത്ഥം. മഹത്തുക്കളായ ആളുകൾ, അമ്പിയാക്കൾ, അതേപോലെ തന്നെ സ്വാലിഹികൾ, അങ്ങനെയുള്ളവരെ ഒന്നും ആരാധിക്കാൻ പറ്റില്ല. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് കാണാം, ഓ മിനൽ മുസ്ലിമീന, മുസ്ലിങ്ങളുടെ കൂട്ടത്തിലുണ്ട് മൻ യഖൂലു ഹാദിഹിൽ കലിമ, ഈ കലിമ ഇവരിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. ഏത് കലിമ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമ ഇവർ സ്ഥിരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ചൊല്ലിക്കൊണ്ടിരിക്കും. അത് 7ഉം 70ഉം 70,000 ഒക്കെ തവണ അവർ ചൊല്ലും. വയുസല്ലി വയസൂം, അവർ 5 നേരം നിസ്കരിക്കുകയും ചെയ്യും. റമളാൻ എത്തിയാൽ അവർ കൃത്യമായി നോമ്പെടുക്കുകയും ചെയ്യും. പിന്നെയോ വയഹുജ്ജു, അവർ ഹജ്ജിന് പോകും. വയതസദ്ദഖു, അവർ ഇഷ്ടം പോലെ സ്വതക്ക കൊടുക്കും. വമഅദാലിക്, ഇതെല്ലാം ചെയ്യുന്നതിന്റെ കൂടെ വയുസ്രിഫു ഷൈഅൻ മിൻ അൻവാഇൽ ഇബാദ ലിഗൈരില്ലാഹി തആല, ഈ ആരാധനയുടെ പരിധിയിൽ വരുന്ന കുറെ കാര്യങ്ങൾ അല്ലാഹ് അല്ലാത്തവർക്ക് ഒരു വഴിതിരിച്ചു വിടും. കൽ ഇസ്തിഗാസത്തി ബിൽ ഔലിയാഇ വസ്വാലിഹീൻ, അതായത് സ്വാലിഹീങ്ങൾ, ഔലിയാക്കന്മാര് ഇവരോട് വിളിച്ച് തേടും, പ്രാർത്ഥിക്കും. അവിനെതിരിലും, അല്ലെങ്കിൽ അവർക്ക് നേർച്ച നേരും. ഔ ദുആഇഹിം മിൻ ദൂനില്ലാഹ്, അല്ലെങ്കിൽ അവരെ വിളിച്ച് പ്രാർത്ഥിക്കും.
ഫഹഉലാഇ ലം യുഹഖിഖു മഅനാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ പണി ചെയ്യുന്ന ആളുകൾ ഒരിക്കലും ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം അറിഞ്ഞവരോ അതിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നവരോ അല്ല എന്നാണ് ഉലമാക്കൾ പറയുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിൽ നോക്കിയാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവർ തന്നെയാണ് മുഹീദ്ദീൻ മാല ചൊല്ലുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവർ തന്നെയാണ് മങ്കൂസ് മൗലൂദ് ചൊല്ലുന്നത്, ഇങ്ങനെയുള്ള ഷിർക്ക് നിറഞ്ഞ കുത്തുബിയത്ത് ചൊല്ലുന്നത്. ഇപ്പം കേട്ടിട്ടില്ലേ, ബല്ലനിലെത്തീന്നും എന്നെ വിളിപ്പോർക്ക് ബായ്കൂടാ ഉത്തരം നൽകും ഞാൻ എന്നോവർ, എന്നെ പിടിച്ചവർ ഏതും പേടിക്കേണ്ട എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. ഒന്നും വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിന്റെ അർത്ഥം. അപ്പൊ പച്ചയ്ക്ക് ഷിർക്ക് ചെയ്യുന്ന ഷിർക്കിന്റെ വരികളാണ് ഇതിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മങ്കൂസ് മൗലൂദ് ഇപ്പം നബിദിന റബീഉൽ അവ്വൽ വരികയാണ്. അതില് നമ്മളൊക്കെ വളരെ ഈണത്തിൽ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഈ സുന്നത്ത് കല്യാണം, നമ്മുടെ ഇതുണ്ടല്ലോ ചേലാകർമ്മം, അതൊക്കെ നടക്കുമ്പോൾ ഈ മൗലൂദ് പരിപാടിയാണ്. എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ സുന്നത്തിന് തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ തലേ ദിവസം ഉസ്താദിനൊക്കെ വിളിച്ച് ഗംഭീരമായിട്ട് മൗലൂദ് കഴിച്ചിട്ടാണ് കൊണ്ടുപോയത്. അപ്പൊ അന്നൊക്കെ ഇരുന്ന് നമ്മൾ വളരെ ആവേശത്തിൽ ചൊല്ലും. പിന്നെ ഇർതകബ്തു അലൽ ഖത്താ ഗൈറ ഹസ്രി വഅദ ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി, കുറ്റമെന്നൊരു വാഹനമിൽ അറ്റമില്ല ഞാൻ കയറി അങ്ങയോടന്യായം ഞാൻ സയ്യിദി ഖൈറൻ നബി. റസൂലുള്ളാഹിനോട് നേരിട്ട് പാപങ്ങൾ ഏറ്റു പറഞ്ഞു ചൊല്ലുന്ന വരികളാണ് അതിലുള്ളത്. അപ്പൊ ഇതൊക്കെ പച്ചയായ ഷിർക്കാണ്. അപ്പൊ തൗഹീദ് അല്ലെ, തൗഹീദ് പിന്നെ ഉള്ള അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ആളുകൾ അറിഞ്ഞോ അറിയാതെയോ അവരിത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെന്നർത്ഥം. ഇത്തരം ഒരുപാട് വരികൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അള്ളാഹുവിനെ ഇബാദത്തിന്റെ എല്ലാ വഴിയിലും നമുക്ക് ഏകനാക്കാൻ കഴിയണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ നോക്കൂ, വഇൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്വല്ല വസ്വാമ. ഉലമാക്കൾ പറയാണ്, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് നിസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, വസഅമ അന്നഹു മുസ്ലിം, അവൻ പറയുന്നത് ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ ഫഇന്നൽ അബ്ദ ലാ യകൂന മുസ്ലിമൻ ഹഖൻ, അവൻ ഒരിക്കലും യഥാർത്ഥ മുസ്ലിം ആവുകയില്ല എന്ന്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരായിട്ട് അവൻ ജീവിച്ചാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ അവൻ ചെയ്താൽ. സൂറത്ത് യൂസുഫില് ഒരായത്തുണ്ട്, 106-ാമത്തെ വചനം. എന്താണ് ആയത്തെന്ന് അറിയുമോ? വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. അധിക ആളുകളും വിശ്വാസികളാകുന്നില്ല, അല്ലെങ്കിൽ അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല, അള്ളാഹുവിൽ അവര് പങ്ക് ചേർത്തുകൊണ്ടല്ലാതെ. അപ്പൊ അധിക ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? വിശ്വാസികളാണെന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെയും അവരിൽ ശിർക്ക് വരുന്നുണ്ട്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ശരിക്ക് നമ്മൾ ഈ ഡോർ തുറക്കാൻ ഉപയോഗിക്കുന്ന താക്കോൽ പോലെയാണെന്നാണ്. താക്കോലിന് എന്തുണ്ട്? ഈ കയറി ഇറങ്ങിയിട്ടും പല്ലുകളുണ്ട് എന്നതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് പല്ലുകളുണ്ട്. ആ പല്ലുകൾ കറക്റ്റ് ആയാലേ ആ ഡോറ് തുറക്കാൻ പറ്റുള്ളൂ എന്നുള്ള പോലെ കറക്റ്റായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്തുകളുണ്ട്. അള്ളാഹ് നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ, നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മുടെ നിസ്കാരം അള്ളാഹ് സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഷർത്തുകളില്ലേ? ഒന്ന് സമയമാകണം. ഒരാൾ സമയമാകുന്നതിന്റെ ഒരു 1/2 മിനിറ്റ് മുമ്പ് നിസ്കരിച്ചാൽ അയാളുടെ നിസ്കാരം ബാത്തിലാണ്. ഒരാൾ മറയ്ക്കേണ്ട ശരീരഭാഗങ്ങൾ മറയ്ക്കാതെ നിസ്കരിച്ചാൽ അത് ബാത്തിലാണ്. ശരീരത്തിലോ വസ്ത്രത്തിലോ നിസ്കരിക്കുന്ന സ്ഥലത്തിലോ നജസ് ഉണ്ടായിട്ട് ആ നജസ് കണ്ടിട്ടും നിസ്കരിക്കുകയാണെങ്കിൽ അത് ബാത്തിലാണ്. അങ്ങനെ തുടങ്ങിയിട്ട് കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ എന്നതുപോലെ നമ്മൾ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹു കബൂൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ഷർത്തുകളുണ്ട്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം എന്താണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എതിരാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നെല്ലാം പഠിക്കുകയും ആത്മാർത്ഥമായി അതിനെ ജീവിതത്തിൽ സ്വീകരിക്കുകയും ചെയ്താൽ മാത്രമേ അള്ളാഹു നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിക്കുള്ളൂ. നാളെ പരലോകത്ത് എത്തുമ്പോൾ ഒരു സംഭവം വിശ്വാസം പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ ഒരുപാട് തെറ്റ് ചെയ്തു, പല തെറ്റുകളും ചെയ്തു. അങ്ങനെ മലക്കുകൾ അയാളെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്ന സമയത്ത് ഒരു മലക്ക് പറയും, എൻ്റെ കയ്യിൽ ഒരു ബത്താക്ക ഉണ്ട്, ഞാൻ അത് ആ തുലാസിലേക്കൊന്ന് വെച്ചോട്ടെ എന്ന് പറയും. അങ്ങനെ ഈ മലക്ക് കൊണ്ടുവന്നിട്ട് ഈ ബത്താക്ക, ഈ കാർഡ് എന്ത് ചെയ്യും? ഇയാളുടെ ഈ തുലാസിലേക്ക് വെക്കുമ്പോൾ തിന്മയുടെ ഭാഗം താന്നു നിൽക്കുകയാണ്, നന്മയുടെ ഭാഗം അതിന് കനയില്ല. ഈ കാർഡ് കൊണ്ടുപോയി വെക്കുന്നതോടുകൂടി ആ ഭാഗം കനം തൂങ്ങുകയും അള്ളാഹു അയാളെ സ്വർഗത്തിലേക്ക് അയക്കുകയും ചെയ്യും. ആ കാർഡിൽ എന്ത് എഴുതിയിട്ടുണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ മനുഷ്യന്റെ ജീവിതത്തിൽ പല തെറ്റുകളും വന്നിട്ടും
ഇയാൾ തൗഹീദ് ഉള്ളവനായിരുന്നു എന്നതുകൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് ആ തെറ്റുകളെല്ലാം പുറത്തു കൊടുത്തിട്ട് ഈ മനുഷ്യനെ സ്വർഗത്തിലേക്ക് അയക്കുന്ന ഒരു രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ നമ്മള് വീടെടുക്കുമ്പോൾ നമ്മളെ വീടിന്റെ ഫൗണ്ടേഷൻ എത്ര ബലവത്തായിട്ട് നമ്മൾ എടുക്കുമോ ആ ഫൗണ്ടേഷനാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്. ആ ഫൗണ്ടേഷൻ മോശമാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ ഇപ്പൊ കഴിഞ്ഞിടയ്ക്ക് ഒരുപാട് പാലങ്ങൾ തകർന്നു പോകും. അടി ശരിയല്ലാത്തതുകൊണ്ടാണ് മോള് പൊളിയുന്നത്. എന്നതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിൽ എന്തെല്ലാം നന്മകൾ ചെയ്താലും അതെല്ലാം ബാത്തിലാണ്. അള്ളാഹ് ഒരു നിലക്ക് അതിനെ വകവെക്കൂല എന്നാണ് ഖുർആൻ ആയത്തുകൾ കൊണ്ടും ഹദീസുകൾ കൊണ്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അള്ളാഹു ഷിർക്കിനെ പറഞ്ഞത് തെറ്റ് എന്നല്ല, തിന്മ എന്നല്ല, ദുൽമ് എന്നാണ്. റബ്ബിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദുൽമാണ് ഷിർക്ക് എന്നുള്ളതാണ്, തൗഹീദിനെതിരാകുന്ന കാര്യങ്ങൾ. സല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.